ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് വ്ലോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2-3 ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നവംബർ 27-ാം തീയതി എടുത്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ നവംബർ 30-ാം തീയതി വന്നിട്ട് നമ്മുടെ വീട്ടിൽ കരോളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് കൊടുക്കണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സ്പഞ്ചൊക്കെ റെഡിയാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ തുടങ്ങണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം രാവിലെ തുടങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിന് ഇന്നത്തെ ദിവസം പകുതി ലേറ്റായിട്ടുണ്ട്. എനിക്കിനി നാളെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ പോയിട്ട് വേറൊരു കരോളിന് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് കേക്ക് കൊടുക്കാറുണ്ട്. അത് വാനില ടീ കേക്കാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഇന്നത്തെ ദിവസം രാവിലെ മുതൽ തന്നെ പ്രശ്നങ്ങളാണ്. തലേദിവസം മോൾക്ക് സുഖമില്ലാണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കുറച്ച് അവിടുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. കുറച്ച് പനിയൊക്കെ ഒന്ന് കുറഞ്ഞ ശേഷമാണ് വീട്ടിലോട്ട് വന്നത്. വീട്ടിൽ വന്ന ശേഷമാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് വൈകുന്നേരം 5:30-6 മണിയോട് അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തുടങ്ങിയപ്പോൾ. അപ്പോൾ അതിൻ്റെ നല്ല ടെൻഷനുണ്ട്. കാരണം ഇന്ന് കൊണ്ടിട്ട് ഇന്ന് നാളെ ആയിട്ട് ആ ഒരു നമുക്ക് കൊടുക്കാനുള്ള കേക്ക് കംപ്ലീറ്റ് ചെയ്യണം. അത് പോയിട്ട് അടുത്ത ദിവസം കൊടുക്കാനുള്ള കേക്ക് കൂടി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയും ജോലിയുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് മോൾക്ക് സുഖമില്ല. അപ്പോൾ ആകെ ടെൻഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കൊടുക്കാനുള്ള കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. മാക്സിമം എത്രത്തോളം പറ്റുമോ അത്രയും റെഡിയാക്കി വെക്കാമെന്നുള്ളതാണ്. അപ്പോൾ 1.5 kg ആണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഒരു ടിന് മാത്രമേ ഓവനിലോട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഓവനിലും നമ്മുടെ ഓവൻ സെറ്റപ്പിലുമായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ബാറ്ററൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബാക്കിലായിട്ട് ചെറിയ ഫൈറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് എനിക്കും കിട്ടി ഒന്ന്. അപ്പോൾ അവരുടെ കുസൃതിയാണതൊക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വെക്കേണ്ടത് ഏതാണ്ട് അവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിനുള്ളതും കൂടി ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഏതാണ്ട് ബേക്കായി വരുമ്പോൾ നമുക്ക് അടുത്തതും കൂടി വയ്ക്കാമല്ലോ. അപ്പോൾ ആ ഒരു ഒട്ടും സമയം കളയാതെ തന്നെ പെട്ടെന്ന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതാണ്ട് 2-3 വർഷം മുമ്പ് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കരോൾ വരുമ്പോൾ കേക്ക് കൊടുക്കണമെന്നുള്ളത്. പക്ഷേ എല്ലാ പ്രാവശ്യവും കരോൾ വരുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത്. കാരണം ആ സമയത്ത് നമുക്ക് കേക്കിൻ്റെ വർക്ക് ഓൾറെഡി അല്ലാതെ തന്നെ തിരക്കുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കത് ഇതുവരെയ്ക്കും നടന്നിട്ടില്ല അങ്ങനെ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഈ വർഷം ആദ്യത്തെ ദിവസമാണ് നമ്മുടെ വീട്ടിൽ കരോൾ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആഗ്രഹിച്ച കാര്യം ചെയ്യാൻ പറ്റി. പിന്നെ ഒരുപാട് തടസ്സങ്ങളായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. മോൾക്ക് സുഖമില്ലാതായി അങ്ങനെ ഹോസ്പിറ്റലിലും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്കത് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് വാനില കേക്കാണ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഫ്രോസ്റ്റിംഗ് കേക്കാണ്. ഫ്രോസ്റ്റിംഗ് കേക്കും ചെയ്യുന്നുണ്ട്, അല്ലാതെ നോർമൽ ടീ കേക്കും ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ക്രീം കേക്ക് ഷുഗറുള്ളവരൊക്കെ ആണെങ്കിൽ മധുരം കുറച്ചിട്ടുള്ള കേക്കല്ലേ കഴിക്കാൻ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 സെക്ഷനായിട്ട് ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മുടെ ബാറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ബേക്കിങ്ങിനായിട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് മോളെ നോക്കണം. അവൾക്ക് പനി കുറയുന്നില്ല. ഹോസ്പിറ്റലിൽ വെച്ച് കുറഞ്ഞെങ്കിലും വീണ്ടും ഇടയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നോക്കണം. അങ്ങനെ ഇതാ ഓവനിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് നമ്മൾ ഓവൻ സെറ്റപ്പിലോട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ആക്കി എടുക്കണുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും കുറച്ചുകൂടി കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് വീണ്ടും ബേക്കിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ചതൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് ട്രിപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം 2 സ്റ്റെപ്പായിട്ട് നമ്മൾ 4 കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള 4 കേക്കും അപ്പോൾ അന്ന് റെഡിയായി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. തലേ ദിവസം നമ്മൾ 4 കേക്ക് റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ പിറ്റേന്നുള്ളത് നമുക്ക് വാനില ടീ കേക്ക് ചെയ്യാനുള്ളതാണ്. അത് ഒരു 4 കിലോ, ടോട്ടൽ ഒരു 5 കിലോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ബേക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് എനിക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ എടുപിടിയെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും മോൾക്ക് സുഖമില്ല. മോൾക്ക് ഫുഡ് ഇൻഫെക്ഷനും കൂടി ആയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ വീണ്ടും വീട്ടിൽ വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ
പിന്നെ അന്നത്തെ ദിവസം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴായിട്ട് ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ടായിരുന്നു. ബീറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഓവനിലായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ബൾക്കായിട്ട് വെച്ചിരിക്കുമ്പോൾ ഓവനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അടുത്ത് മാറ്റി വയ്ക്കുക എന്നുള്ള നല്ല ടെൻഷനാണ്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഓക്കെ ആയി കിട്ടി. അങ്ങനെ അന്നത്തെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ശരിക്കും വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നൊന്നും ഒന്നും ഓർമ്മയില്ല. വീഡിയോ ക്ലിപ്പ് കണ്ടാണ് ഓരോന്നും സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുണ്ടാവും സംസാരിക്കുന്നതിൽ. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്തത്. ഫ്രോസ്റ്റിംഗ് ഒക്കെ അന്നത്തെ ദിവസം രാത്രി ഒരു 1 മണിയോട് അടുപ്പിച്ചായപ്പോഴാണ് നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞത്. വീണ്ടും ഇതിൻ്റെ ഇടയ്ക്ക് കേക്കിൻ്റെ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ പിന്നീടുള്ള വീഡിയോസോ ഒന്നും തന്നെ എടുക്കാൻ കഴിഞ്ഞില്ല. വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ല. കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് നോക്കി ചെയ്യുന്നതൊക്കെ. അപ്പോൾ സഹായത്തിനായിട്ട് ആരും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ മക്കൾക്ക് കൂടി സുഖമില്ലാതായിരുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ അവരോട് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയായപ്പോൾ ആകെ ഒറ്റയ്ക്കായിപ്പോയി. എന്നാലും നമ്മളുടെ വർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ന് ചെയ്യുകയാണ്. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, കരോള ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ എത്ര പേര് വരും എന്നുള്ളതൊന്നും ഒരു ഉദ്ദേശമില്ല കേട്ടോ. അതിപ്പോൾ രണ്ടാമത്തെ കുറച്ച് ദിവസം ആയിട്ടാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എത്ര പേരുണ്ടാവും എന്നൊക്കെ നമുക്കൊരു ഉദ്ദേശം അറിയാൻ പറ്റും. പക്ഷേ ഇത് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര പേര് വരുമെന്നൊന്നും ഒരു പിടുത്തമില്ലായിരുന്നു. എന്നാലും ഒരു 100 പേർക്കുള്ള കേക്ക് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. പേസ്ട്രി സൈസിൽ തന്നെ 100 പീസ് കേക്കിനുള്ളത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ രാത്രി എല്ലാം കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് കിടക്കാൻ പോവുകയാണ്. കിടക്കാൻ പറ്റത്തില്ല ബേക്ക് ചെയ്തതിൽ. ഇനി ഒരു കേക്ക് കൂടി തണുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി തണുത്ത ശേഷമാണ് കിടക്കാനായിട്ട്. ഇനി നമ്മുടെ കരോൾ ദിവസമായിട്ടുള്ള 3ാമത്തെ ദിവസത്തിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നും തന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ വന്ന വർക്കിന് അത് ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാനുള്ളതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതൊക്കെ തന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം അതിനുള്ള ടൈം ഒട്ടും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ അന്നത്തെ ദിവസം ഞാൻ അകത്ത് പണിയെടുക്കുമ്പോൾ പുറത്ത് ചേട്ടൻ ഇങ്ങനെ പുൽക്കൂടും ബാക്കി കാര്യങ്ങൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ്. ഞാൻ മാത്രമാണ് അകത്ത്. പുറത്ത് ഇവിടെ എല്ലാവരും ഭയങ്കര ചർച്ചയിലൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഇതൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ കാത്തിരുന്ന കരോളും എത്തി. അങ്ങനെ കരോളിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ ചെയ്ത് വെച്ചിരുന്ന കേക്ക്, അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും നല്ലതുപോലെ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിച്ചിട്ട് ആർക്കും തന്നെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ കേക്ക് ആയതുകൊണ്ട് മാത്രം എല്ലാവരും ഓരോ പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം നമുക്ക് കരോളിന് ഓർഡർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കേക്ക് കട്ട് ചെയ്ത് പേക്ക് ചെയ്ത് വെക്കണം. പേക്ക് ചെയ്ത് വെച്ച ശേഷം അന്നത്തെ ദിവസം അനിയൻ്റെ വീട്ടിലാണ് കരോള്. അപ്പോൾ അവിടെയും കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. അവിടെയും കാപ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് അവർക്ക് കസ്റ്റമറെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ തിടുക്കത്തിലാണ് അടുത്ത പരിപാടി. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് പേക്ക് ചെയ്ത് ഹെൽപ്പിന് വേണ്ടിയിട്ട് മോളൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇളയാൾക്കായിരുന്നു പനി ഉണ്ടായിരുന്നത്. ആൾക്ക് ഇത്തിരി ഒന്ന് സുഖമായിട്ടുണ്ട്. മൂത്തയാൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അവൾ ഓക്കെ ആയി. കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ എല്ലാം പാക്ക് ചെയ്ത് അടുക്കി പറക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ 3 ദിവസത്തെ കാര്യം. 3 അല്ല 4 ദിവസമായെന്ന് തോന്നുന്നു, 4 ദിവസത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൻ്റെ ഈ ഒരു നമ്മൾ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇടണമെന്ന് കരുതിയതാണ്. പക്ഷേ അന്നത്തെ സാഹചര്യങ്ങൾ കാരണം എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു വർക്ക് കൊടുത്ത ശേഷം എനിക്ക് ഇതുപോലെ വീണ്ടും വർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും സാഹചര്യം മോശമായത് കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അടുത്ത് വരുന്ന വീഡിയോയിലൊക്കെ ഇടാം. ഇപ്പോൾ എന്തായാലും ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എഡിറ്റിങ്ങിലും കാര്യത്തിലൊന്നും ഫോക്കസ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം.